നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെയേറെ വില കുറവിൽ നമുക്ക് ഈ ട്രേ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 50 പൈസയ്ക്ക് ഒരു തൈ വെച്ച് കിട്ടും കേട്ടോ. അത് റെഡ് ആന വേണ്ട കേട്ടാ. ഈ സാധനം തൈകൾ മാത്രമല്ല, ഇവിടെ പൂക്കളുടെയും എല്ലാതും ഉണ്ട്, എല്ലാ ടൈപ്പ് പൂക്കളുടെയും. ജമന്തി പൂവി കൊറേ നേരം ചേട്ടൻ അവിടെ എന്തോ. പിന്നെ ഈ ട്രേയിലിരിക്കുന്നത് മുഴുവൻ അകത്തിച്ചീര. ഇതിന്റെ കയ്യിലിരിക്കുന്നുണ്ട കറുത്തിട്ട്. സരിതങ്ങനെ ഓരോന്നോരം നിർത്തി തരും, ഞാൻ എങ്ങനെയാണ് നട്ടു. ആവശ്യത്തിനുണ്ട് മുറിച്ചെടുക്കുക. ഇത് പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പലതരം പച്ചക്കറികൾ തൈകളൊക്കെ എവിടെ നിന്ന് വാങ്ങിക്കുന്നു. അതിൽ മെയിനായിട്ട് ആളുകൾ ചോദിക്കുന്നത് പാലക് ചീര തന്നെയാണ്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് പാലക് ചീര ബ്രൊക്കോളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലായിടത്തും സാധാരണ എല്ലായിടത്തും കിട്ടാത്ത ടൈപ്പ് സാധനങ്ങൾ കുറച്ചിപ്പോൾ നമ്മുടെ കൃഷി തോട്ടത്തിലുണ്ട്. അപ്പൊ അതൊക്കെ എവിടെ നിന്നാ തൈ വാങ്ങിയിട്ട് അയച്ചു തരൂ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് കമന്റ്സിന് റിപ്ലൈ കൊടുത്തിരുന്നു. ഇനി വാങ്ങിക്കാൻ പോകുമ്പോ ആ സ്ഥലം മുഴുവൻ കാണിച്ചു തരുന്നത്. അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ മണ്ണുത്തിക്കടുത്ത് വെള്ളാനിക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വെള്ളാനിക്കര പടിഞ്ഞാറ വെള്ളാനിക്കരയുണ്ട്, കിഴക്കേ വെള്ളാനിക്കരയുണ്ട് അല്ലേ? ഇത് പടിഞ്ഞാറ വെള്ളാനിക്കരയാണ്. അല്ല, 2 വെള്ളാനിക്കരയുണ്ട്. പടിഞ്ഞാറ വെള്ളാനിക്കരയുണ്ട്, കിഴക്കേ വെള്ളാനിക്കരയുണ്ട്. ഇത് പടിഞ്ഞാറ വെള്ളാനിക്കരയാണ്. പടിഞ്ഞാറ വെള്ളാനിക്കരയിൽ നോക്കിയാൽ ഇതേണ്ട വെള്ളാനിക്കര സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെ വെള്ളാനിക്കര സൂപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ ശരിക്ക് ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം കേട്ടോ. വില്ലേജ് അഗ്രോ ഹാർഡ് ലീഫ് ഹാർഡനിങ് നഴ്സറി. വളരെ വില കുറവിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെയേറെ വില കുറവിൽ നമുക്ക് കണ്ടമാന തൈകൾ, വെണ്ട, വഴുതന, പച്ചമുളക്. ഡെലിവറി കേരളം മുഴുവൻ, കാസർഗോഡ് മുതൽ. ഡിജോന്റെ നമ്പർ തരാട്ടാ, അതിൽ വിളിച്ചാൽ മതി. ഇത് വേണ്ട കൊത്തമരയുടെ തൈകളാണ്. നമ്മൾ കൊത്തമരയൊന്നും അങ്ങനെ അധികം നമ്മുടെ വീട്ടിൽ കൊത്തമരി ഉണ്ടായിക്കണ്ട. എന്തൊരു ഫ്രഷ് അല്ല, ഇത് വീഴില്ല. കൊത്തമരയുടെ തൈ ഒരു 10-20 എണ്ണം വേണ്ട നമുക്ക്. ഇതോ പാൽച്ചീര. ഇതിങ്ങനെ കൂട്ടായിരുന്നു കിട്ടാട്ടാ. കേട്ടോ, ഇതിങ്ങനെ ഒരു കൂട്ടം. പാൽച്ചീര എന്ന് പറയുന്നത് നമ്മള് സാധാരണ കാണാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതോ ഇത് മയിൽപ്പീലി ചീര. അത് അതിന്റെ ഇലയമത് ഇങ്ങനെ മയിലിന്റെ ഒരു ഡിസൈൻ വരുന്നത്. ഈ കൊത്തമര തൈക്ക് എത്ര വില? 2 രൂപയാണ് ഒരു തൈക്ക് വില കേട്ടാ. ഈ ട്രേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 50 പൈസയ്ക്ക് ഒരു തൈ വെച്ച് കിട്ടും കേട്ടാ. പിന്നെ ഇതാണ് പാലക് ചീര. പാലക് ചീരക്ക് ഇത്തിരി ക്ഷീണുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് നല്ല തൈ നോക്കിട്ട് എടുക്കാം. പിന്നുള്ളത് മുളക്, കുറേ ടൈപ്പ് മുളക് തൈകളുണ്ട് കേട്ടോ, കുറേ തരം. മുളക് തൈക്ക് എത്ര വില? 2 രൂപ. ഈ തൈകൾക്കൊക്കെ 2 രൂപ. ഗുണ്ടുമുളക്, കൊണ്ടാട്ടമുളക്. നമ്മള് കൊണ്ടാട്ടം വീട്ടിലുണ്ടാക്കിയില്ലേ, അത് ഇവിടുന്ന് ഇവിടുന്നാണ് ഇപ്പൊ വാങ്ങിക്കുന്നത് കേട്ടാ. ഇത് വഴുതന അല്ലേ? ഇത് വഴുതന. ഇത് ഏത് ടൈപ്പ് വഴുതനയാ? ഇത് നീളം വഴുതന. അതിന് എത്രയാ? കണ്ടാ? അയ്യോ അതെനിക്ക് കാണിച്ചു കൊടുക്കണം. അതാവുമ്പോ എന്നിട്ട് എടുത്തോളൂ. അതേണ്ട 2 രൂപ. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ 10 രൂപയും 15 രൂപയും കൊടുക്കേണ്ട ഒരു തൈക്ക് 10 രൂപ കൊടുക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ. അപ്പം 2 രൂപയ്ക്ക് കിട്ടാട്ടാ. അതിന് ഞാൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോ പിന്നെയുള്ളത് ചോപ്പ് വെണ്ട. ചേട്ടാ പറയുമ്പോ വേഗം ക്യാമറ കൊണ്ടുവന്നത് അടുത്തേക്ക് കാണിച്ചോട്ടാ, അല്ലെങ്കിൽ ഒക്കെ എടുത്ത് പൊക്കി. ചോപ്പ് വെണ്ടയാണ് കേട്ടത്. ഇത് വേറെ ടൈപ്പ് കളർ പോലെ. അത് റെഡ് ആന വേണ്ട കേട്ടാ. ഈ സാധനം ഇത് സാധാരണ റെഡ് വേണ്ട. ഇത് നമ്മുടെ വീട്ടിലുണ്ട്. ഇതിന്ന് എനിക്ക് വേണ്ട റെഡ് ആന വേണ്ട. കാരണം വെണ്ടക്കായ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പാവങ്ങളുടെ ആട്ടിറച്ചി എന്നാണ് പറയുന്നത്. ഇത് ഹൈബ്രിഡ് പച്ച കാന്താരി. ഇത് വേണം ഹൈബ്രിഡ് പച്ച കാന്താരി. ഇതൊക്കെ ഹൈബ്രിഡ് മുളക് തൈകൾ തന്നെയാ. ഇത് സാധാരണ നമ്മള് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളകിന്റെ അത് തന്നെയല്ല. അയ്യോ ഇങ്ങനെ കൊല കൊലയിട്ടുണ്ടാവുന്നത് ഉജ്ജല. അയ്യോ വേണം, എടുക്കണ്ട. ഇത് നമ്മുടെ വെള്ളരി കേട്ടാ. നല്ല തൈ 2 രൂപ തന്നെ കേട്ടാ.
2 രൂപ തന്നെയാട്ടാ തൈകൾക്ക് വില. വെള്ളരി 3 രൂപയാണ്. നമ്മൾ ഈ വിത്ത് വെള്ളരിക്ക് വാങ്ങി 3 രൂപ, മുളപ്പിക്കാൻ വെള്ളരിക്ക് 3 രൂപ കേട്ടാ. 3 രൂപ അല്ലേ? ഓക്കെ. ഒരു യൂണി കൂട്ടി. പിന്നെ ഇത് തണ്ണിമത്ത, ഇത് വെള്ളരി തന്നെ. ഇത് തണ്ണിമത്തട്ടാ. തണ്ണിമത്ത തണ്ണിമത്ത 2 ടൈപ്പ് ഉണ്ട്. കിരണുണ്ട്, അതിന്റെ സാധയുണ്ട്. ഇപ്പൊ കിരം വയ്ക്കില്ല. കിരല്ല, ഇപ്പൊ കിരം ഉണ്ടായിരുന്നു, കഴിഞ്ഞു. ഇതിപ്പോ സാധാ 3 രൂപ, കിരണാണെങ്കിൽ 4 രൂപ. ഇതേതാ? അത് സാധ സാധാ തന്നെ കേട്ടാ. ഇത് വയലറ്റും ഉണ്ടാ അല്ലേ? പല ഇവരവിടെ വാങ്ങിച്ചുകൊണ്ട് പോയി നമ്മുടെ ഒരു ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? വെള്ളിൻ്റെ ഇവിടെ പല ഇരിങ്ങാല കൊടുന്ന് ഒരു ആള് നമുക്ക് അയച്ചു തന്നിട്ടായിരുന്നു വെള്ള. അപ്പൊ ആവിട്ടുണ്ട്, ഇപ്പൊ ആവിട്ടുണ്ട്. ഇത് വഴുതന. ഇനി ഇങ്ങോട്ട് പോകട്ടെ. വലിപ്പുണ്ട്. തൈക്ക് വില കൂടും. കായായിട്ടുള്ളത് നമ്മുടെ വിത്ത് വാങ്ങി മുളപ്പിച്ച് ഒക്കെ ആക്കണേനേക്കാൾ എത്ര സുഖം. 2 രൂപയുള്ളൂ ഈ തൈ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയാം? നമ്മള് വിത്തുകൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ട് ഒന്നും മുളക്കില്ല. ശരിക്കും ചിലത് മുളക്കില്ലേ. നമ്മള് ആ സമയം തയ്യാണ്ട് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വളമൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് ഒറ്റടിക്കേണ്ട കയറി പോരും. ഇനി ഇങ്ങോട്ട് വരാം. ബുള്ളറ്റ് മുളക്. നേരത്തെ കാണിച്ചില്ലേ, കവറിൽ വരണതാണ് സാധനം. 25 രൂപയാണ് വരുന്നത് ഈ ഒരു തൈക്ക്. ഈ ഒരു കവർ വരുന്ന വില, ഈ മുളക് കവർ വരുന്ന വില 25 രൂപ. സംഭവം നേരത്തെ തൈ കാണിച്ചത് അത് 25 രൂപ കവറിൽ വരുമ്പോൾ. കായായിട്ട് ഇത്ര വലിയ ചെടിയിൽ സെറ്റായിട്ട് വരും. ഇതിപ്പോ അങ്ങനെയാണ് കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ട. കണ്ട അടിപൊളി ഒറ്റടിക്ക് സാധനം. ഇതൊക്കെ ആ ഗണത്തിൽ പെടാനായിട്ടല്ലേ? ഇനി ഇവിടെ വേറെ മുളകുണ്ടല്ലോ, മാലിമുളക്. മാലി അതെങ്ങനത്തെയാ? കാണിച്ചു തരാം. എരിവുള്ളതാ മാലിമുളക് 45 രൂപ കേട്ടോ. അത് മാലിക്കാർക്ക് അവിടെ നിന്ന് വരണ്ടല്ലേ? മാലി ഭയങ്കര എരിവുള്ളതാണ്. അതെ, നല്ല എരിവുള്ളതാ. അയ്യോ, ഈ കൊണ്ടാട്ട മുളക് ജാതി എരിവ. നിങ്ങൾ ഇനി അവിടെ ഉള്ള സാധനം എന്തൊക്കെയാ? കുറേ ഉണ്ടല്ലോ ഇവിടെ. പൂക്കളുണ്ട്, ചെടികൾ. പറയാൻ വരായിരുന്നത് പച്ചക്കറിയുടെ തൈകൾ മാത്രമല്ല, ഇവിടെ പൂക്കളുടെയും എല്ലാതും ഉണ്ട്. എല്ലാ ടൈപ്പ് പൂക്കളുടെയും തൈകൾ. ജറബറ പല ടൈപ്പ് ഉണ്ട് കേട്ടാ. ഇതിന് വില കുറവാണ് ഇവിടെ. ജമന്തികൾ ജമന്തി പൂവി. ഇത് പക്ഷെ എല്ലാ സമയത്തും ഉണ്ടാവില്ലേ പൂ അല്ലേ? വെയില് വേണ്ടെന്ന് തോന്നുന്നു അധികം. പിന്നെ ഇതിന്റെ അടിയിൽ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. അങ്ങോട്ട് വാ. തക്കാളി തൈ ഉണ്ട് കേട്ടാ. ഇതിനെത്രയാ പറഞ്ഞത്തിന്? 2 രൂപയുള്ള തൈക്കിട്ടാ. ഏറ്റവും നല്ലത് നമ്മൾ ഈ തൈ വാങ്ങിച്ച് കൊണ്ടു കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ വലുതാവും. നമ്മുടെ ഇവൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇപ്പോൾ ഇഷ്ടം പോലെ തക്കാളികൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ടൈപ്പ് സാധനങ്ങൾ വേറെ ഉണ്ട് കേട്ടാ. ഇതൊക്കെ തന്നെയല്ലേ? ചീര, തക്കാളി എനിക്ക് വേണം. പറയാത്ത ഏതെങ്കിലും തൈകളുണ്ടോ ഇനി ഇതില്? ഏതൊക്കെയാ പറയാത്തത്? വയലറ്റ്, ലോങ്, വഴുതന, കുക്കുംബർ. എവിടെയാ കുക്കുംബർ? നമുക്ക് വേണം. ഇതും 2 രൂപ തൈക്കില്ലേ? കുക്കുംബർ 3 രൂപ. 3 രൂപ. 2 ടൈപ്പ് ഉണ്ട്. സ്നോ വൈറ്റ് ഉണ്ട്, മറ്റേ ഗ്രീൻ ഉണ്ട്. ഗ്രീൻ എന്ന് പറയുമ്പോൾ 4 രൂപ വരും. കരിമ്പച്ച കളറ്. സ്നോ വൈറ്റ് എന്ന് പറയുമ്പോൾ 3 രൂപ. നോർമലായിട്ട് പറഞ്ഞിട്ട് 2 വേണം. അപ്പം ഇല്ലേ? ഗ്രീൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടാ. അപ്പോൾ എപ്പോഴായാലും വിളിച്ചു ചോദിച്ചിട്ട് ഏത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ഓർഡർ ചെയ്യാം. അപ്പം നമ്പറൊക്കെ തരട്ടെ ഡിജോര. ഇത് ഏത് ടൈപ്പാ? ബ്ലാക്ക് ഉണ്ട്. കറുത്തുണ്ടാ വഴുതന? പല ടൈപ്പ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, പച്ച. അപ്പോൾ ഇതിന് ഒരു 5 എണ്ണം വേണം എനിക്ക്. എല്ലാത്തിനും വാങ്ങിച്ച് പരീക്ഷിക്കലാണ് നമ്മുടെ പണി. തിന്ന് കഴിക്കാൻ പറ്റില്ല. ഇത് മറ്റേ ചീരയില്ല, ഇത് വേറെ. ഇത് മൈപ്പീല് കണ്ടമാനുണ്ട് അല്ലേ? പിന്നെ ഇങ്ങോട്ട് വരാം. ഈ വശത്ത് നിരന്നിരിക്കുന്നുണ്ട് കുറേ സാധനങ്ങൾ. സിറ എന്ന് പറഞ്ഞ മുളക്. ഇത് എങ്ങനത്തെ ടൈപ്പ് മുളക്? അതന്നെ, കിഴക്കൻ മുളക് ഗണത്തിൽപ്പെട്ടാണ്. അതിനൊക്കെ 2 രൂപയില്ലേ തൈക്ക്? 2 രൂപയല്ലേ തൈ? 2 രൂപ തൈക്ക്. നീ ഇങ്ങോട്ട് വാ ഇതിനെ. ഇനി ട്രാഗിലിരിക്കണത് ഇത് കുമ്പളം ഉണ്ടല്ലേ? 2 രൂപ തൈ. 3 രൂപ. നമുക്ക് വേണം കുമ്പളം. അങ്ങനത്തെ സാധനങ്ങളൊക്കെ 3 രൂപ അല്ലേ? പടരണ സാധനങ്ങളൊക്കെ 3 രൂപ. 3 രൂപ. പിന്നെ ഈ ട്രേ വെള്ളരി. കൊറേ നേരം ചേട്ടൻ അവിടെ എന്തോ. പിന്നെ ഈ ട്രേയിലിരിക്കുന്നത് മുഴുവൻ റെഡ് ലേഡി പപ്പായ തൈകളാണ്. നോക്കി വേണേ ഒരെണ്ണടുത്ത് കാണിച്ചു തരാം. എത്ര വില? 30 രൂപ. നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ കൊടുക്കണം ഒരു തൈ വാങ്ങിക്കുക. ഞാൻ നല്ല വാങ്ങിച്ചത് 65 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചത്. ഫസ്റ്റ് വാങ്ങിച്ചത്. ഇത്രയ്ക്ക് തന്നെ വലിപ്പമുള്ളൂ. പിന്നെയുള്ളത് നോക്കിയാൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനെ പറ്റിയ ഏറ്റവും മികച്ച സാധനം വേണ്ട, തമിഴ്നാട്ടുകാരുടെ പ്രിയപ്പെട്ട ചീര, അകത്തി ചീര. ഇതിൻ്റെ തൈക്ക് എത്ര വില? 20 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയും കറുപ്പിക്കാം,
ആരോഗ്യം ഉണ്ടാക്കാം. നമ്മളൊരെണ്ണം വാങ്ങിച്ച് വെച്ചിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ പൊട്ടിച്ചിട്ടില്ലേ അല്ലേ? മുടിക്ക് ആവശ്യത്തിന് കറുപ്പുള്ളത് കൊണ്ടായിരിക്കും കഴിക്കാൻ തോന്നാത്തല്ലേ ചേട്ടാ. പിന്നെ ഇത് ഒരു പയറാണ്. ഇത് എന്തിട്ട് പയർ? കുറ്റിപ്പയറാ? കുറ്റിപ്പയർ. ഇത് നമുക്ക് നോക്കണ്ട 2.50 കഴിക്കിട്ടാ. ട്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ 2 രൂപയ്ക്കും തരില്ലേ? അതെ. ആ ബജി മുളക് ഉണ്ട്, അത് വേണം. ഇതെ ബജി മുളക് ഉണ്ടോ? ഇതിനെത്ര വില? 4 രൂപയാണ് ബജി മുളക് കേട്ടാ. ഉണ്ടാവില്ലേ ബജി മുളക്? ഇവിടെ ചോപ്പ് ചീര ഉണ്ട് കേട്ടാ. ചോപ്പ് ചീര ഇവിടെ. അതിനിപ്പുറത്തുള്ള ഏതാ? ചോപ്പ് ചീര കാണിച്ചിട്ടില്ലല്ലോ. പാൽച്ചീര കാണിച്ചൂല്ലേ? ചോപ്പ് ചീര ഇതാണ്. നോക്കി ഇത് ഇങ്ങനെ എടുക്കാൻ വേണ്ട കേട്ടാ. നോക്കി വേണ്ട കുഴിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കുഴിച്ചിടാൻ പറ്റില്ല അല്ലേ? മനസ്സിലായി. ഇത് ആരോഗ്യമുള്ളവൻ കയറിപ്പോവും. ഇവിടെ അകത്തിച്ചീര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിലത്ത്. കണ്ടാ ഇവിടെയൊക്കെ ഉണ്ട് അകത്തിച്ചീര. ഇനി ഇങ്ങോട്ട് വാ. ആ അതെ മുരിങ്ങ. ഇത് ഏത് ടൈപ്പ് മുരിങ്ങ? 6 മാസം? ഉറപ്പാ കായ ഉണ്ടാവുന്ന? നമ്മളങ്ങനെ പറഞ്ഞു വെച്ചത് 6 കൊല്ലായിട്ടും ഉണ്ടായിട്ടില്ലേ? ഏയ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ഇവിടെ നിന്നല്ല, വേറെ സ്ഥലത്തുനിന്ന്. ആ മുരിങ്ങക്കായ ഉണ്ടാവൂലേ? ഒരെണ്ണം വെച്ച് നോക്കിയാലോ ചേട്ടാ? നമുക്ക് വെച്ച് നോക്കിയാലോ ഒരെണ്ണം? മുരിങ്ങക്കായാണ് 6 മാസം കൊണ്ട് കായ 2 6 മാസം. ഇതിനെത്ര വില? 20 രൂപ. ആ ഇത് കണ്ട ഇത് 20 രൂപ വരെയാണ് കേട്ടോ. പറയാൻ വന്നു 6 മാസം കൊണ്ട് കായ പറയണ സമയം കൊണ്ട് എന്താ അതിന്റെ പേര് ശരിക്കും? ഇത് വെട്ടി വെട്ടി നിർത്തണ്ട. അതറിയാം അറിയാം അറിയാം. ഇതുപോലെ ഡ്രമ്മിൽ വെക്കേണ്ടി വരും നമുക്ക്. വെള്ളം കെട്ട് വരും. ചീര കെയില്. എന്ത് കെയില് കെയില് കേയൽ? ആ ഇത് ചീരയാണോ? വെറൈറ്റി കൊണ്ട് ചീര. ഇംഗ്ലീഷാരാണ് കൂടുതലും കഴിക്കുക ഈ സാധനം. ഇത് ബുഷ് പോലെ വീർത്ത് വീർത്ത് വരും. ഐറ്റും കൂല ബുഷ് പോലെ വീർത്ത് വീർത്ത് വരും. ബർഗറിലൊക്കെ വെക്കണ പോലത്തെ അല്ല, അതുപോലെ അതായത് പറ്റിക്കാന്ന് ഈ ഇല വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഇതാന്ന് പറഞ്ഞിട്ട് ആയിലൊക്കെ ഇട്ടാണ്ടാകുമ്പളേ ഇതെടുത്ത് വെക്കാന്ന്. എത്ര വില അതേക്ക്? ഇത് കാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളിയുടെ ഗണത്തിൽപ്പെട്ടതാണല്ലേ? അതെ അത് വേണം. ഓരോത്തിന് എത്രയാണ്? 20 രൂപ. ഇതോ ഇതെന്തിട്ടത്? സ്ട്രോബെറി ബ്രൗണി ഉണ്ടാവില്ലല്ലോ. ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അല്ല അതിന് ഇത്ര ശതമാനം അല്ല ഇത്ര ഈ ഡിഗ്രി ചൂട്. ആ അവിടെ നല്ല ചൂടല്ലേ? തണലത്ത് വെച്ചാൽ മതിയാ? ചൂടും വേണം, വെയിലും വേണം, എല്ലാം വേണം. ഇങ്ങനെ ഇതിനുള്ളിൽ വേണ്ടി വരും. ഇതാണ് റോസ്മേരി അല്ലേ? ഇതിനെത്ര തയ്ക്കുക? 40 രൂപയാണ് തയ്ക്കുക. ഇങ്ങനത്തെ സ്ഥലല്ലേ ഇവിടെയൊക്കെ മുടി വരുന്നു. അതൊക്കെ പൊട്ടിച്ചിട്ട് മണപ്പിച്ചോട്ടാ. മണം നോക്കിയേ പൊട്ടിക്ക്. എത്ര തയ്ക്കൂല? 40 രൂപ കേട്ടാ. ഇത് നമ്മളിവിടെ വെച്ച മഴക്കാലത്ത് ഉണ്ടാവും. ഇത് വെള്ളം കെട്ടിക്കാൻ പാടില്ല, അതുണ്ട് കുഴപ്പം. അയ്യോ ഇതിനൊരു പ്രത്യേക മണാണല്ലോ. പിന്നെ ഇത് പിന്നെ ഒരു കൂട്ട പച്ചമുളകിന്റെ ആണ് കേട്ടോ തൈകള്. ഓർണമെന്റൽ ചില്ലി അല്ലേ ഇത്? ഓർണമെന്റൽ ചില്ലി ഉണ്ടായി, അടിപൊളിയായിട്ടുണ്ട്. കൊല കൊലയായിട്ടുണ്ടായിട്ട്. എത്ര തയ്ക്കൂല? 25 രൂപ തയ്ക്കിട്ടാ. ഇത് എന്തൊട്ട് ടൈപ്പ് പോവാ ഇത്? അയ്യോ എന്തൊരു ഭംഗിയാണ്. ഇതല്ല നമ്മുടെ വീട്ടിൽ വെച്ചിട്ടില്ലേ? ആ കോഴി കൊണ്ട് അവിടെ വെച്ച് നമുക്ക് പെൻഡാസാ? പെൻഡാസ്. ആ നല്ല ഭംഗിയിൽ പോകും. ഇതിനെത്ര വരുന്നത്? 50 രൂപ. ഇതിനെ വേറെ കളറുണ്ട് കേട്ടോ. നോക്കിയേ കളർ മാറിയിട്ട് കണ്ട കുറേ കളറുണ്ട്. പെൻഡാസ്. ഇനി ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ വേറെ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തൊരു സാധനമാണ് ഇത്? ഹൈബ്രിഡാണ്. ഡബിൾ പെറ്റലിലാണ്. പൂവിന്റെ ചെടി പെറ്റൂണി പറഞ്ഞാൽ 3 ടൈപ്പ് ഉണ്ട്. നാടൻ പെറ്റൂണി ഉണ്ട്, സാധാ ഹൈബ്രിഡ് പെറ്റൂണി ഉണ്ട്. പെറ്റൂണി തന്നെ ഡബിൾ പെറ്റൽ പറഞ്ഞ പെറ്റൂണി ഉണ്ട്. ഇത് ഡബിൾ പെറ്റലാണ്. അതിൻ്റെ കട്ടപ്പൂ വരും പെറ്റൂണിയ. ഇത് നല്ല ഡാർക്ക് കട്ടയായിട്ട് വരുന്ന ടൈപ്പ് പെറ്റൂണിയാണ്. ഇത് സിംഗിൾ പെറ്റലുണ്ട് കഴിഞ്ഞിരിക്കും. പൂവ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. പൂവല്ലേ ഇത്? കൂട്ടാൻ വയ്ക്കുന്നതല്ലോ? അല്ലല്ല.
പിന്നെ ഇവിടെ റോസ ഇങ്ങനത്തെ പൂക്കൾ കുറേ ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നീ കാണിക്കണില്ലേ, നമുക്കുള്ള സാധനങ്ങൾ എടുക്കാൻ. നീ പാലശ്ശേരിയാണല്ലോ മുഖ്യം. അപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇതേ വാങ്ങിച്ചു കേട്ടോ. അതിൻ്റെ ബില്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഈ സമയത്ത് വന്നപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഈ ഉച്ച തിരിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഇതിലത്തെ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നാളെ വരുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേറെ തൈകളാവും ഉണ്ടാവുക. അപ്പോൾ എന്തിട്ട് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പറിൽ ആദ്യം വിളിച്ച് ചോദിക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വരിക കേട്ടോ. സ്ഥലമൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഇവർ കേരളം മുഴുവൻ ഇത് ഡെലിവറി ഉണ്ടെന്നാണ് പറയണേ. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. നമുക്ക് എവിടേക്ക് അയച്ചു തരേണ്ടതെന്ന് വെച്ചെങ്കിൽ അയച്ചു തരും. എല്ലാ തൈകളും അയക്കുമോ? എല്ലാ തൈകളും അയച്ചു തരും. അയക്കണത് ടിജോ ആയിരിക്കില്ല, വേറെ ആളായിരിക്കും അയച്ചു തരാം. വേറെ ആളായിരിക്കും അയച്ചു തരാം കേട്ടോ. അപ്പം അതെ, ടിജോനെ വിളിച്ചാൽ മതി, ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ അവർ കൊറിയർ ചെയ്ത് കിട്ടേണ്ടതാണെങ്കിൽ ആ നമ്പർ തരും. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് തൈകളാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അവർ നമ്മുടെ അഡ്രസ്സ് കൊടുത്താൽ വീട്ടിലേക്ക് അത് കിട്ടും കേട്ടോ. ഞങ്ങൾ ഇനി പോവാണ് ഇവിടെ. നമ്മുടെ പാലക്ക് ചീര നടാൻ പോകണം. ബാക്കിയുള്ളതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതവിടെ നോട്ടെ, അതിപ്പോൾ നടാൻ പറ്റില്ല, നാളെ കാലത്ത് ഞാൻ നട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ നട്ട് കഴിക്കില്ല. സമയം 5 മണി 5:30 ഇല്ലേ. കുറേ സാധനം നടാണ്ട്, നാളെ കാലത്ത് നടാൻ വെച്ചിട്ടാ എല്ലാം നട്ടേ. അതവിടെ നിന്ന് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇമ്രാൻ അത് മുഴുവൻ പപ്പടം ഒരു പരിവാക്കും. ഇവിടെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കടിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അറിയത്തിരുന്നിട്ട് ഇങ്ങനെ കടിച്ചടിച്ച് വൈകുന്നേരം മുഴുവൻ നല്ല പണീന്. നേരം വിളിക്കണവരായിരുന്നു, നേരം പോണ്ടേ. ജഗ്ഗുന്റെ ചെരുപ്പൊക്കെ കടിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യലാണ് ആൾക്കാരുടെ പരിപാടി. അപ്പോൾ നമ്മൾ ഈ ഇത് നടലെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളതാണ് കേട്ടോ. ആർക്കും ചെയ്യാവുന്ന കൃഷി രീതിയാണിത്. അതെ, അവിടെ ഇത് ഇവിടെ ഇവിടെ നടാൻ പോണേ. അതെ, കാണിച്ചു തരാം. അതെ, ഇവിടെ ഇത് നമ്മുടെ ചോളം നട്ട സ്ഥലമാണ് കേട്ടോ. ഈ ഇതിൻ്റെ ഒരവസ്ഥ നോക്കിയേ, ഇതിലേക്കൊന്ന് സൂം ചെയ്യൂ. കണ്ടാ ഇതിൻ്റെ കല്ലിരിക്കുന്നുണ്ട കറുത്തിട്ട്. കണ്ടാ മാവിൻ്റെ പൂവില്ലേ. പറയരുത് പറയരുത്. അയ്യോ, ഇത് കണ്ട, ഇതൊക്കെ കണ്ട. ഇനി നോക്കിയേ, ഇതിൻ്റെ അല്ലാമിരിക്ക് പപ്പേരെ. ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഈ സാധാരണ ചീരയുടെ ഇല നോക്കൂ. ഇനി ഇങ്ങോട്ട് പോയി വാ, ഇങ്ങോട്ട് വരൂ. ഇവിടെ ഇരിക്കുന്ന ആട്ടുംകാട്ടത്തിൻ്റെ അതെ ശാക്കുകളും മിലിക്ക് നോക്കൂ. കണ്ട, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയാമോ? ഇന്നലെ നോക്കിയേ, മണ്ണ്. ഈ മാവുമ്പിൽ നിന്ന് കൊഴിയണ ബാമ്പു, അതിൻ്റെ പശയുടെ അതിങ്ങനെ കരിഞ്ഞ് വീണിട്ട് അതിൻ്റെ പശയും കൂടി ആയിട്ടാണ് ഇങ്ങനെ ആവണേ. ഇതൊക്കെ ഇങ്ങനെയായി. ഇവിടെ വരയ്ക്കുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടില്ല. ഒരു പ്രത്യേക കറയുണ്ട് അതിന് പശയ്ക്ക് ഇല്ലേ? പശയ്ക്ക് കറയുണ്ടെന്ന്. നമ്മളിത് ഈ സ്ഥലമല്ലേ, ഈ സ്ഥലം നമ്മുടെ ചോളം നട്ട സ്ഥലമാണ്. പിന്നെ ഞാൻ കുറേ ചാണപ്പൊടിയും അതൊക്കെ ഇട്ട് കൊടുത്തു. നന്നായി. അല്ല, ഇത്തിരി ഇട്ട് കൊടുത്തുള്ളൂ. ഇവിടെയാണ് നമ്മൾ ഈ നട്ടപ്പിട്ടതല്ലാണ്ട് വേറെ ഇട്ടിട്ടില്ലല്ലോ. ഇല്ലില്ലേ, ഭാഗ്യം. ഇനി 2 കൊല്ലത്തേക്ക് ഇടണ്ട. കണ്ട, ചോളത്തിന്റെ കടയണത് കണ്ട. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് ചേട്ടാ. ഞാൻ പറഞ്ഞത് അതെ, നീ പറഞ്ഞു കേട്ടു. ഒരു തവണ മാത്രം ചെയ്താൽ മതി, ഇനി വേണ്ട. അതെ, ചോളത്തിന്റെ പൊതികളാണ് കണ്ട. മനസ്സിലായി, ചോളം നട്ട തടാണെന്ന് മനസ്സിലായി. ഇനി തെളിവൊന്നും കാണിക്കണ്ട. അപ്പോൾ ഇത് കൊത്തി കളച്ചിട്ടേ ഇവിടെയാണ് നടന്നത് കേട്ടാ. നല്ല വെയിലുണ്ട്, പാലക്കിന് നല്ല വെയിൽ ഉണ്ടാവണം എന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ടാവണം. നമ്മൾ അവിടെ നല്ല വെയിലില്ലേ സരിത? ഇനി ഞാൻ വെള്ളം വിടണ, വെള്ളം വിടണ്ട. ഈ വെള്ളം അല്ലെങ്കിൽ വെള്ളമാക്കിക്കോ. അല്ല, ഓസ് അങ്ങനെ കിടക്കുമ്പോൾ ചേട്ടൻ കളിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഇതൊന്ന് കൊത്തി അനക്കണം. അത്ര ഭയങ്കര നനവ് വേണ്ട ഇതിന്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നനവല്ല, വല്ലാണ്ട് നനച്ചാണ്ട് കൊടുക്കണ്ട, എന്നാൽ നനവ് വേണം. തമിഴ്നാട്ടിൽ നിന്നാണ് അതുകൊണ്ട് പാലക്ക് കൂടുതലായിട്ട് വരുന്നില്ല. ഇവിടേക്ക് ചേച്ചി
പാച്ച് ചെയ്യാൻ പോണ്ടേ കേക്കാല്ലേ എന്നിട്ട് പറഞ്ഞോ എന്നിട്ട് ഇനി പറയ് അടുത്ത മാസാ എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയി എനിക്ക് പോണം നല്ല വളക്കൂറുള്ള മണ്ണായില്ലേ കൃഷി ചെയ്തേ പറഞ്ഞ പോലെ ഒരു വളമൊന്നും ചേർക്കണ്ട പാലക്കിന് മെയിനായിട്ട് ചാണപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചാണപ്പൊടി ഇത് വെറുതെ ഒന്ന് ഇങ്ങനെ നട്ടുപോയി മതിട്ടാ സരിത ഇങ്ങനെ ഓരോന്നോരം നിർത്തി തരും ഞാൻ എങ്ങനെയാണ് നട്ടും വലിയ താഴ്ച വേണ്ടതിന് ഇതിൽ നോക്കി ഒരെണ്ണത്തിൽ എത്ര തൈകളാ അല്ലേ കണ്ടാ അതാണ് അതിൻ്റെ പ്രത്യേകത എന്നിട്ട് കുറേ തൈ ഉള്ളതാ കുറേ തൈ ആയിട്ടാണല്ലോ അവർ തരുന്നത് നമുക്ക് അതെ ഇത്രയ്ക്ക് അകലത്തിലാണ് നട്ടു പോവാട്ടാ അന്ന് തന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഇതന്നെ ഇങ്ങനെ കിട്ടാട്ടാ ഇതിപ്പോൾ അടിപൊളി തൈകളൊക്കെ പോയി ഇതിപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന സാധനമാണ് അയ്യോ അതെന്നോ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഇളകിയാലും കുഴപ്പമില്ല ഇത് പൊടിക്കും ആ ഭയങ്കര പ്രതിരോധ ശേഷിയാണ് ഈ പാലക്ക് ചീരയ്ക്ക് ഇതിപ്പോൾ നമ്മളെ പാലക്ക് ചീര നമ്മുടെ വീട്ടിലത് കാണാത്തവർക്ക് നമ്മൾ അത് അവിടെ വലുതായത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളവിടെ ഉണ്ടാവണത് ആളുകൾക്ക് ഇതൊക്കെ ഇത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ഈ പാലക്ക് ചീര കണ്ടിട്ടുള്ളത് മറ്റേ തിരുവമ്പാടിയിലെ ഇത് വരില്ലേ ആ ഫുട്പാത്തിലല്ലേ ആ റോട്ടിലാണ് തമിഴന്മാർ അവർ ഞായറാഴ്ചകളിലാണ് നമുക്ക് ഈ സാധനം കിട്ടുക അവിടെ ഈ ഇങ്ങനത്തെ ഓരോ ഇലകളെ ചീര കുറേ ടൈപ്പ് ചീരകൾ ഇതിൽ നിന്ന് ഓരോ തയ്യായിട്ട് കിട്ടട്ടെ ചേട്ടാ വേർപ്പെടുത്താനേ പറ്റും അത് വേണ്ട അപ്പം നാശമാവും ചിലപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായിട്ടാണ് വിൽക്കിയത് സാധനം ഇത്രയ്ക്ക് അടുപ്പിച്ച് വെക്കണ്ടായിരുന്നു കേട്ടോ ചേട്ടാ ഇത്രയ്ക്ക് അടുപ്പിച്ച് വെക്കണ്ടായിരുന്നു തോന്നുന്നു അവിടെ ഇത്രയ്ക്ക് അടുപ്പിച്ചിട്ടില്ല ഞാൻ വെച്ചോണത് അകത്ത് വയ്ക്കുന്നത് എത്ര കൂടി ഇനിയൊന്നും ചെയ്യണ്ട ഇനി ഇങ്ങനെ തന്നെ പൊക്കോട്ടെ അയ്യോ കുറേ ഇല്ലേ അല്ലേ കഴിഞ്ഞു എത്ര ഉണ്ട് ഇനി 6 കൂടി 7 കൂടി അപ്പോൾ 2-3 വരി മതി ബാക്കിയുള്ളത് ഇനിയിപ്പോൾ ചീരയെ പാലക്ക് ചീര കൂടുതൽ വാങ്ങിച്ചാൽ മതി കിടന്നു മണ്ണെണ്ണ കുടിയാൻ ഇനി അവൻ്റെ അവിടെ പോയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി നടാം ഇപ്പം നടണ വിധം കാണിച്ചു തന്നില്ല ഇനി ഇതിനെ വിളിച്ച് ചോദിച്ചിട്ട് പോയിക്കോളോട്ടാ തന്നിട്ടുള്ള നമ്പറിൽ അതന്നെ ഏതൊക്കെ ചെടികളുണ്ടെന്ന് നമ്മളിങ്ങനെ പറഞ്ഞാലും നമ്മൾ വിളിക്കേണ്ട പോയേ അതന്നെ അപ്പോൾ അത് കാരണം നമുക്ക് വിചാരിച്ച പോലെ അത്രയ്ക്ക് കണ്ട് കിട്ടിയില്ല അല്ല ചേട്ടാ പൂമ്പൊക്കെ വിളിച്ചിട്ടാ പോവാറ് പക്ഷെ ഇപ്രാവശ്യം വിളിച്ചില്ല എന്ന് മാത്രം ഇനി ഒരു ഇപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ എല്ലാ ദിവസവും നനച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല എന്നോട് നീ പറയുന്നതല്ലേ ആ ചേട്ടനോട് തന്നെ പറയേണ്ടത് ആളുകളോട് പറയും കൂടിയാണ് ഞാൻ പിന്നെ ഒന്നരാടം നനച്ചാൽ മതി വേനൽക്കാലമായ കാരണം എത്ര ഉണ്ട് നീ കഴിഞ്ഞാ അപ്പം ഇനി ബാക്കിലോടത്ത് ചീര നടൽ കഴിഞ്ഞു ഇനി തന്നെ വെറുതെ ഒന്ന് നമുക്ക് വെള്ളം വിടാം അത് വേണമെങ്കിൽ ഒരു തുണ്ടീശ വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും ചേട്ടാ നീ തുണ്ടേശിനിയാ എന്താ നനവ് കടയ്ക്ക് പറ്റണം അല്ല ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടേ കടയ്ക്ക് ഒരു ഇത്തിരീശ വെള്ളമാക്കിയാൽ മതിയെന്ന് കഴിഞ്ഞു നമുക്ക് അവിടെ വലുതായത് കാണിച്ചു തരാം ചീര വലുതായത് കാണിച്ചു കൊടുക്കാം വാ വലുതായ ചീരയും കാണിച്ചു തരാമല്ലോ നമുക്ക് വലുതായത് ആൾക്കാർക്ക് കണ്ടിട്ടുള്ളതല്ലേ അല്ല അതിപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യും ആ ശരിയാ അപ്പോൾ ആ നട്ടിട്ട് വലുതായതാണ് ഇത് കണ്ടോ നോക്കിയേ നട്ടിട്ട് വലുതായതാണ് ഇത് കേട്ടോ ആവശ്യത്തിനുണ്ട് മുറിച്ചെടുക്കുക ഇതിപ്പോൾ ഇന്നലെ മിനിഞ്ഞാതൊക്കെ മുറിച്ചതാണ് ഇതിപ്പോൾ വീണ്ടും പൊടിക്കുന്നുണ്ട് കടയ്ക്കുന്നത് കണ്ട വീണ്ടും പൊടിക്കുന്നുണ്ട് അതിന് ചിലപ്പോൾ ഇനി വലുതാവും കണ്ട ഇത് അപ്പം ഇനി നമുക്കിനി അല്ലാണ്ട് അവിടെ വരെ ഇത് പോയിട്ട് വരാം നോക്കിയാ നമ്മുടെ ബെഞ്ച് ഒരു തക്കാളി ഞാൻ പൊട്ടിച്ച് തരുന്നത് മഴ പെയ്യണ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു തുള്ളി ഇങ്ങനെ വന്ന് വീഴണ പോലെ ഇങ്ങനെ വീഴും അങ്ങനെ വീഴണ സാധനമാണ് കണ്ട ഇതിന് എന്തൊരു ചെയ്യാ അത് പൂവില്ലല്ലോ അതൊക്കെ അടിച്ച് പശ അതെ നോക്കി ഒരു വലിയ തക്കാളി ഞാൻ പൊട്ടിച്ചു വെറുതെ എനിക്ക് തിന്നാനായിട്ട് കണ്ട ഫ്രഷ് തക്കാളി മുളക് വീണ്ടും പൊട്ടിക്കാറായി നമുക്ക് കുറെ പൊട്ടിച്ച് തുന്തിരിന് കൊണ്ടു കൊടുക്കാം മുളകും വേപ്പിൻ്റെ അലയും ചേട്ടാ ഇവിടെ എന്തുകൊണ്ടോ കൂടിയാക്കി വെച്ചാണ് അത് ഓരോ നടാനാ എന്നിട്ട് ചെയ്യുന്നത് അല്ല ചേട്ടൻ അല്ല ചേട്ടാ മുടിയൊക്കെ വെട്ടി ചുള്ളനായില്ലോ മുടിയൊക്കെ വെട്ടി ചുള്ളനായില്ലോ
ഇല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ? മുടി വെട്ടിയതപ്പോ ആരാ? ആ എന്നാ വെട്ടിയേ? ആ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? മുടി വെട്ടിന്നുള്ളത് എന്നിട്ട് ആവോന്ന് പറയരുത്. മുടി വെട്ടിയത് വെട്ടാത്ത കണക്ക് ശരിയല്ലേ? പക്ഷെ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ മുടി വെട്ടിന്ന്. ആകെ പഴയ മനോരമയിലുണ്ട് ഒരു മത്തായിച്ച കണ്ടില്ലേ? 2 പള്ളയിൽ ഇത്തിരി മുടി ഇങ്ങനെ. അപ്പൊ അതേപോലെ അതിലവിടെ ഇവിടേക്കുള്ളത് ഈ വലിയ ഒരു ഫുള്ള് ഇതുണ്ടോ ചരക്ക? ചരക്ക് ഞാൻ ഇപ്പോൾ പൊട്ടിക്കാറായതില്ല. ഞാൻ 5-6 മൂടിയിട്ടുള്ളൂ. ആ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ട് കുറച്ചെണ്ണം ഉണ്ടായി കിട്ടിയിട്ട് പിന്നെ ഉണ്ടാവില്ല ഒന്നുമില്ല. പിന്നെ ഉണ്ടാവണ നാശമായി പോയി. ഇപ്പിണ്ടാവുണ്ട്. അതിന് ഇപ്പൊ ഞങ്ങൾ ചെറിയെണ്ണം വാദിച്ച് കഴിക്കുന്നൊന്നുമില്ല. വാദിച്ച് കഴിക്കാൻ പറ്റിയ ഇറച്ചിയൊന്നുമല്ലല്ലോ ഈ സാധനം. ഇതൊരു പരിചയം കഴിക്കുന്നതിന്. തക്കാളി ചിലതൊക്കെ വാടിപ്പോയില്ലേ? ചിലതല്ല കുറെ വാടി. കണ്ടില്ലേ ഈ തടം ഫുള്ള് നട്ടിട്ട് ഇപ്പൊ ആകെ 5 ചെടിയാണുള്ളത്. നോക്കിയേ തക്കാളി വാടിപ്പോകും. കുറെ നടും കുറെ വാടിപ്പോവും. അതങ്ങനെ തന്നെയാണ് കൊറേ കിട്ടും. പിന്നെ വാട കിട്ടുന്നത് വാഴ മാത്രം. അപ്പൊ ഏതായാലും ചേട്ടാ കൊലക്കിണില്ല എന്നൊക്കെ പറഞ്ഞ വാഴനെ ചീത്ത പറയണ്ടായിരുന്നല്ലോ. ഒരു വാഴ സ്ഥലം മുഴുവൻ പൂവും ചെയ്ത് കൊലക്കിണും കാണാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വാഴക്കൂട്ടത്തിൽ നമ്മള് വിചാരിച്ച ആരെയാണാവല്ല ചേട്ടൻ ഇങ്ങനെ ചീത്ത വാഴേനെയാ. എന്തേ വലിച്ചു പറിച്ചു. ആ പച്ചമുളകിന്റെ ഇതില് ഞാനൊരു 5-6 വലിച്ചു ഞാൻ. അയ്യോ കണ്ടാ ഇതിൽ കൊണ്ടൊന്ന് കുഴിച്ചിടാന്ന് വെച്ചാ ആ തടത്തില്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണ്ടേ? ഞാനിത് നല്ല രസല്ലേ അല്ലേ ചേട്ടാ തിന്നാൻ? രസം എന്ന് പറഞ്ഞ ഇപ്പൊ പച്ചമുളകിലും അത്ര ഗുണം ചെയ്യില്ലോ അത് വിലയുണ്ട് പറയണ്ടേ? അല്ല പച്ചമുളകിന്റെ ഇടയിൽ അതും ഉണ്ടായി നിന്നോളും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആകെ അത് 4 ഭാഗത്ത് ചില്ലെങ്ങനെ വന്നു കഴിഞ്ഞാ അതാകെ വിരിയും. ആ പച്ചമുളകിന് നിൽക്കാൻ സ്ഥലമില്ലാണ്ട് ആയാലോ വെച്ചിട്ടാവും. ചേച്ചി അവിടെ നിന്ന് നനയ്ക്കുന്നുണ്ട്. ചേച്ചിനെ കാണിക്കണ്ടല്ലോ ചേച്ചി. ചേച്ചിനെ കാണിച്ചോളാൻ പറഞ്ഞാൽ നമുക്ക് കാണിച്ചാ പോരെ? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറിയേട്ടനെ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട്. ചെറിയേട്ടനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടേ. ചെറിയേട്ടൻ എന്തിട്ടോ പണിയിലായിരുന്നു. ഓ നല്ല മ്യൂസിക് ഇട്ട് കൊടുത്തോളൂ അവിടെ. മണിത്തക്കാളി പൊട്ടിക്കാൻ വന്നാ ഇവിടത്തെ മണിത്തക്കാളി നോക്കിയേ. നോക്ക് ചേട്ടാ. കാട് പിടിച്ച പോലെയാ. കണ്ടാ എന്തൊരു വലിയ കടകളായിട്ട് നിക്കണേ നോക്കിയേ. ചെറിയേട്ടൻ നട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ കുയിലുകൾ പൊട്ടിക്കാൻ തുടങ്ങി. കുയിലുകളില്ല, കുയിലിന് ഭയങ്കര ഇഷ്ട സാധനം പുള്ളിക്കുയില്. അവരിങ്ങനത്തെ ഇത് പൊട്ടിച്ച് തിന്നാൻ പറ്റും. തന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് പൊട്ടിച്ച് തിന്നു. അപ്പൊ ആലിഞ്ഞാട് പൊട്ടിച്ച് തിന്നല്ലേ? അതെ. ഇത് തിന്നിട്ട് വയറ് നിറയില്ല. ഇനി വേണേ പൊക്കോ. നീ പൊക്കി എടുത്തോ. ആ